മഞ്ജുവിനെ കാണാൻ പോയിട്ട് എന്തായി? അവിടെ ചെന്നിട്ട് വല്ല ബഹളം ഉണ്ടാക്കിയോ? ഇല്ല. സത്യം പറ. ഇല്ലെങ്കിൽ നാളെ അവള് തട്ടിപ്പോയാ പോലീസ് ആദ്യം സംശയിക്കുന്ന നിന്നെയായിരിക്കും. ഒന്നും നടന്നില്ല എന്ന് പറഞ്ഞില്ലേ? അവസാനം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാ കരഞ്ഞുകൊണ്ട് എന്റെ അടുത്ത് വന്നേക്കരുത്. ചത്താലും നിന്റെ അടുത്ത് ഒരു സഹായം ഞാൻ ചോദിച്ചു വരില്ല. പോരെ? മതി. അല്ല, ഈ ഭീമന്റെ കൂടെ എത്ര പേരുണ്ടാവുമെന്ന് പറഞ്ഞത്? 2 പേരുണ്ടാവും. അവരെങ്ങനെയാ, കൊള്ളാവുന്നവരാണോ അതോ ആ ഭീമനെ പോലെ തന്നെയാണോ? ബാക്കി 2 പേരെ ഞാൻ നേരിട്ട് കണ്ടില്ല. എന്നെ അവരെ അറിയാതിരിക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി. നീ എന്താ അത്ര ആലോചിക്കുന്നത്? ഞാൻ അവനെ കണ്ടു. ആരെ? ഭീമൻ പറഞ്ഞ അയൽക്കാരന്. എന്നിട്ട്? അവന്റെ പേര് അയ്യപ്പൻ എന്നാ. അവൻ എന്തോ ഒരു പ്രത്യേകതയുണ്ട്. അവനെ സൂക്ഷിക്കണം. നീ ഒന്ന് തെളിച്ചു പറ. നിന്നെ ഇങ്ങനെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് എനിക്കറിയില്ല. പക്ഷെ അവൻ നിസ്സാരക്കാരനല്ല. മഞ്ജുവിനെ സംരക്ഷിക്കാൻ വേണ്ടി അവൻ എന്തും ചെയ്യും. ഇത്രയും സംരക്ഷിക്കാൻ മാത്രം അവൾ അവന്റെ ആരാ? അവര് തമ്മിൽ ഇനി എന്തെങ്കിലും ചുറ്റുകളി ഉണ്ടോ? അതൊന്നും എനിക്കറിയില്ല. പക്ഷെ അവൻ മഞ്ജുവിന്റെ കൂടെ ഉള്ളപ്പോ നമുക്ക് അവളെ ഒന്ന് തൊടാൻ പോലും പറ്റില്ല. ഇത്ര ബിൽഡപ്പ് ഒന്നും കൊടുക്കല്ലേ മോളെ. നമുക്ക് കാത്തിരുന്ന് കാണാം. 3 പേർക്ക് മുമ്പിൽ അവൻ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാനാ? അവൻ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നമുക്കറിയില്ല. അത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ ഇപ്പോഴും പറയുന്നത് ആ അയ്യപ്പനെ കുറിച്ച് കൂടുതൽ അന്വേഷിച്ചിട്ട് മതി മഞ്ജുവിനെ തീർക്കാൻ ശ്രമിക്കുന്നതെന്നാ. അവന്റെ ചരിത്രം മുഴുവൻ പഠിച്ചിട്ട് മഞ്ജുവിനെ തീർക്കാൻ മാത്രമുള്ള സമയമൊന്നും നമുക്കില്ല. ഗിരി നാളെ എത്തില്ലേ? പിന്നെ മഞ്ജുവിനെ തൊടാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷ പോലും എനിക്കില്ല. അതുകൊണ്ട് ഈ അവസരം മുതലാക്കിയില്ലെങ്കിൽ പിന്നെ നമ്മള് ഗിരി മാറി നിൽക്കുന്നത് വരെ നോക്കിയിരിക്കേണ്ടി വരും. നീ വെറുതെ ഓരോന്ന് ആലോചിച്ച് കൂട്ടണ്ട. അയ്യപ്പൻ ഇല്ലാത്തപ്പോ തന്നെ അവളെ നമുക്ക് തീർക്കാൻ ശ്രമിക്കാം. ഇനിയെങ്ങാനും അവൻ ഇടയിൽ കയറി വന്നാ ഭീമനും കൂട്ടരും അവന്റെ കാര്യം നോക്കിക്കോളും.